കുപ്രസിദ്ധ പിടികെട്ട പുള്ളി രാഘവന്റെ സ്വത്ത് കണ്ടുകെട്ടുവാൻ കോടതി ഉത്തരവായി. അമ്മാവാ, ഈ സ്വത്ത് കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ എന്നതാ? സ്വത്ത് കണ്ടുകെട്ടുക സ്വത്ത് കണ്ടുകെട്ടുക അത് നിസ്സാരമല്ലേ? ഉദാഹരണത്തിന് നമ്മുടെ കുന്നേലെ ജോണിന്റെ മോനുണ്ടല്ലോ, എന്നതാ അവന്റെ പേര്, ഈ പൈപ്പ് പണിക്കൊക്കെ നടക്കുന്നവനെ, മാത്യു. അവൻ കാശുള്ള ഒരു വീട്ടിൽ പോയി കെട്ടി. എന്നിട്ട് എന്തായി? അവനിപ്പം ഭാര്യയുടെ സാരിയും ചുരിദാറും പാവാടയും ഒക്കെ കഴുകിക്കൊണ്ട് നടക്കുക. ഇതാ പറയുന്നത്, സ്വത്ത് കണ്ടു കെട്ടരുത്, സ്വഭാവം കണ്ടേ കെട്ടാവൂന്നു. മോനെ മർഫി, നീ സ്വത്ത് കണ്ടു കെട്ടരുത് കേട്ടോ, സ്വഭാവം കണ്ടേ കെട്ടാവും. അതാണ് സ്വത്ത് കണ്ടു കെട്ട. ഇത് കോടതി സ്വത്ത് കണ്ടു കെട്ടി. കോടതി സ്വത്ത് കണ്ടു കെട്ടിയോ? കോടതിക്കും പെമ്മക്കളുണ്ടായിരിക്കും, അല്ലാതെറ്റതാ. അപ്പൂപ്പ ഇത് കേട്ടോ? ഓ കേട്ടേ. കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷാരീതിയാണ്. കല്യാണവും ഒരു ശിക്ഷാരീതിയാണല്ലോ അല്ലേ? അതല്ലടോ, ഈ സാമ്പത്തിക തിരിമറിയൊക്കെ നടത്തി മുങ്ങുന്ന പ്രതികളില്ലേ, അവളുടെ സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു നടപടിയുണ്ട്. ആ നടപടിക്രമത്തെ വിളിക്കുന്ന പേരാണ് കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ. അതല്ലാതെ കല്യാണവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കുഞ്ഞമ്മാവാ